ഹലോ ഗായ്സ്, ആപ്പിൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ടാണല്ലേ. ഇപ്പം നിങ്ങളോർക്കും ഈ മുന്തിരിപ്പാടവും കാണിച്ചുകൊണ്ട് ഞാനതിന് ആപ്പിളിൻ്റെ കഥ പറഞ്ഞതെന്ന്. കാര്യമുണ്ട്. ബിക്കോസ് വേറൊന്നുമല്ല, ഈ മുന്തിരിപ്പാടത്തിന് നടുക്കൂടെയുള്ള വഴിയിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആപ്പിൾ തോട്ടത്തിലേക്കാണ്. എപ്പോഴും ഷോപ്പിൽ നിന്ന് മാത്രം വാങ്ങിക്കഴിക്കുന്ന ആപ്പിളും ബാക്കി ഫ്രൂട്ട്സും ഒക്കെ ഡയറക്റ്റ് അതിൻ്റെ തോട്ടത്തിൽ പോയി പറിച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണല്ലേ. അങ്ങനെ ഇന്നൊരു ആപ്പിൾ പിക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടിയൊക്കെ ഓൾറെഡി കിടപ്പുണ്ട്. കർത്താവെയുള്ള ആപ്പിൾ മൊത്തം എല്ലാവരും പറിച്ച് കഴിഞ്ഞു എന്ന് പേടിച്ചാണ് ഞാൻ കയറിയത്. പക്ഷെ പേടിച്ചതുപോലൊന്നുമില്ല. ഇതാണ് നമ്മുടെ ആപ്പിൾ തോട്ടം. ആഹാ, എന്ത് രസമല്ലേ കാണാൻ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആപ്പിൾ മരത്തിൽ ഉണ്ടായി കിടക്കുന്നത് കാണുന്നത്. അപ്പം എങ്ങനെ ഐശ്വര്യമായിട്ടൊക്കെ തുടങ്ങാമല്ലേ. കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാനും കണ്ട ആപ്പിളൊക്കെ പറിച്ച് കയ്യിലുള്ള കൂടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഈ സീസണായി കഴിയുമ്പം ആപ്പിളും ഗ്രേപ്സും സ്ട്രോബെറിയും ഒക്കെ നമുക്ക് തോട്ടത്തിൽ പോയിട്ട് അവർ പറയും ആ സ്പെസിഫിക് ടൈമിൽ ഡയറക്റ്റായിട്ട് നല്ല ഫ്രഷ് സാധനം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഷോപ്പിൽ കിട്ടുന്നത് പോലെയല്ലല്ലോ, നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുക്കുമ്പം നല്ല ഹെൽത്തി ആണെന്ന് നമുക്കൊരു ഉറപ്പുണ്ടല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ വേറെയും ഒരുപാട് പേര് ആ ടൈമിൽ പറിക്കുന്നുണ്ടായിരുന്നു. ആപ്പിൾ പിക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ തോട്ടത്തിൽ ആപ്പിൾ മാത്രമല്ല കേട്ടോ, പിയറും വേറെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഈ തോട്ടത്തിൽ തന്നെയുണ്ട്. നമുക്ക് പിയറും ആ കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നു. താഴെയുള്ള ആപ്പിൾ മാത്രം പറിച്ചുകൊണ്ടിരുന്ന മുകളിലുള്ള ആപ്പിളിന് സങ്കടാവില്ലേ. അതോർത്തിട്ട് ഞാൻ കോണിന്മേലൊക്കെ വഴിഞ്ഞു കയറി മുകളിലുള്ള ആപ്പിളും കുറച്ച് പറിച്ചിട്ടുണ്ട്. ആവേശം മൂത്ത് എല്ലാം കൂടി പറിച്ച് ലാസ്റ്റ് വെയിറ്റ് നോക്കിയപ്പം ഏകദേശം 20 കിലോയോളം ഉണ്ടായിരുന്നു. ആഹാ ശുഭം. ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്താ, എന്നും ആപ്പിൾ കഴിച്ച് വിശപ്പടക്കാലേ. പിന്നെ ഓസിന് കിട്ടുന്നതുകൊണ്ട് ഇത് മൊത്തം പറിച്ചെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലേ. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് ഫ്രീ അല്ല കേട്ടോ. നമ്മൾ എത്ര കിലോ പറിച്ചാലും അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ പറിച്ച് ആപ്പിളും കഴിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുവാണ്.